நைட்டே நான் வீட்டுக்கு போயிருக்கலாம். வியாபாரம் போச்சு மேடம் இவரால. അപ്പോൾ ചേട്ടായിമാരെ സിറ്റി വ്ളോഗിലേക്ക് എല്ലാവർക്കും പിന്നെയും തമിഴ് വന്നു. അത് എന്നറിയുന്നില്ല. ചേട്ടായിമാരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ത് തമിഴ് വായിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അമ്മനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അത് കോയമ്പത്തൂരിലുള്ള ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇത്ര നേരം നമ്മൾ തമിഴ് അറിയില്ലെങ്കിലും അറിയുമ്പോലുള്ള രീതിയിലുള്ള തമിഴുകൾ കലാപരിപാടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതേ വായിൽ വന്ന് അതേ ലെവലിൽ പോകാൻ സംസാരം വന്നാണ്. അപ്പോൾ നമ്മൾ എന്താ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയമ്പത്തൂരിലെ ഒരു അമ്മ നമ്മുടെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. രസം പറഞ്ഞു കഴിഞ്ഞാൽ വയറ് കൊണ്ട് ചെറിയ അടിപൊളി കൂടെ സെറ്റ് ചെയ്തിട്ട് വേലപ്പറമ്പുകളിൽ പൂരപ്പറമ്പുകളിൽ അങ്ങനെയുള്ള നല്ല നല്ല പരിപാടികൾക്കൊക്കെ അമ്മ പോകും. ആദ്യം അമ്മനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അമ്മ എവിടെയാണ് വീട് എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ ഇതാണ് അമ്മ. അമ്മ കാര്യമായിട്ട് വെറ്റില മുറുക്കുന്ന ആളാണ് തോന്നുന്നു. അമ്മ കാര്യമായിട്ട് വെറ്റില മുറുക്കുന്ന ആളാണല്ലേ? ആ വെറ്റില എല്ലാം ഇടാ. ശരിക്കും ഊറൊക്കെ ശരിക്കും അമ്മ ഊറ് ശരിക്കും പറഞ്ഞാൽ എങ്ക കോയമ്പത്തൂർ എങ്ക പുളിയംകുളം. വീട്ടിൽ എത്ര മക്കളൊക്കെ പറഞ്ഞ? 3 ஆணு 1 பெண்ணு. இது அம்மையா அச்சனும் கூடி வந்திருக்குதுல? ஆமா, அம்மையா அச்சனும். இந்த வியாபாரம் பண்ணிட்டு எത്ര വർഷം ആச்சு? ഇത് நான் ചെറിയ எனக்கு കല്യാണം കഴിച്ചത് ഇതേ വ്യാപാരം തന്നെ, വേറെ എതും ഇല്ല. ആണ് അമ്മ ഉണ്ടാക്കുന്ന സാധനം. അടിപൊളി അടിപൊളി നല്ല സൂപ്പർ കൂടകളാണ്. ഇതെന്തൊക്കെയാണ് നമ്മത്? ഇഞ്ചി പൂണ്ട് അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി പൂണ്ട് പച്ചമുളക് വെക്കരുത്. അതുപോലെ പല കളറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതാ പഴങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങളുണ്ടാ ഇതാണ് സാധനങ്ങളൊക്കെ. വയർ അടിപൊളി സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല അയ്യോ അമ്മ എന്നെ ഇടിക്കും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇതാണ്ടോ വയർ, നീസ് വയറാണ്, കാണാൻ നല്ല ഭംഗിയാണ്, മീൻ പിടിക്കാൻ പോണ പോലത്തെ വയറ്. ഇത് അയ്യോ നല്ല ബലമുള്ള നല്ല സാധനങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അമ്മ ഇപ്പോൾ കൂടെ എടുത്തിട്ട് വരാം, അതിൻ്റെ കുറച്ചും കൂടി വയറെടുത്തിട്ട് വരാം. ഉണ്ടാക്കുന്നത് കണ്ടാലാണ് ആളുകൾ മേടിക്കുള്ളൂ എന്നാണ് അമ്മ പറയുന്നത്. கொடை கட்டிக்காது வெயிலுக்கு அழுவெல்லாம் சூடாதான் மக்கள் கறி நம்ம கை கொண்டு ഉണ്ടാക്കുന്നത്. ആണുങ്ങൾ പെണ്ണുങ്ങൾ കണ്ടിട്ട് വാങ്ങും. അമ്മ കയ്യിലേ ഉണ്ടാക്കുന്നത്. ഓ ഇത് കയ്യിലേ ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുക അല്ലേ? അല്ലെങ്കിൽ ഓ അപ്പടി ഇങ്ങനെ സൈഡിൽ നൈസായിട്ട് ഇരുന്ന് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ நல்ல சாധനം കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് പരവല്ല നല്ല പനി அப்படில அப்படி பறந்துட்டு எல்லாரும் வாங்கி. ஓ ஆயிக்கோട്ടെ. அப்ப எல்லா அம்பலத்துக்கு போனா நான் உண்டாக்கு போனேன். அப்படியா? அம்பலத்துக்கு முன்னாடியே உட்காந்துட்டு உண்டாக்கு. அதியா? எல்லாம் செலவாகும். ஓ செலவாகும். இது நைட்டே நான் வீட்டுக்கு போயிருக்கலாம். யாழ்க்கார் இல்லைன்னா. ஓ அப்படியா? இது அவங்க எல்லாம் பரணி மட்டும்தான் மேடம். சத்தியம் நான் பறையறேன் அம்பலத்துக்கு முன்னாடி பரணி மட்டும் தான் வியாபாரம் பண்ணுவேன். எனக்கு வந்து நோய்க்கிட்ட அம்மா குறைச்சி வெத்தலை கூடமே குறைச்சி அடக்கி கூடுன்னு வாங்கு என்கிட்ட. நானும் யதார்த்தமாயிட்டு கொடுத்துட்டு கொட்டை உண்டாக்கிட்டே இருப்பேன். அவளை உங்களை போல நின்றுக்கிட்டே நோக்கிட்டே இருந்துட்டு இப்ப அவளெல்லாம் உண்டாக்கு. அவர் பரிபாடி வச்சு அவளெல்லாம் உண்டாக்குது. அது போட்டேன் எனக்கு வியாபாரம் போச்சு மேடம் இவரால. அது காரியம் இல்லை, நமக்கு இன்னைக்கு நாளை கிடைக்கும். அது கிடைக்கும். அது ஜாஸ்தி ஆளு ஒரு 15 ஆளு இருக்குது. 15 ആൾ இருக்குதா? ഒരു ഫാമിലിയാ? அப்புறம் போய் நோக்கி അമ്മ വന്നിട്ട് ഇതിന് മുന്നേ വരുമ്പോ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഓരോ ടീമുകളെ നോക്കി പഠിച്ച് ഇപ്പം അവർ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് നിറയെ കച്ചവടം ചെയ്യണു. എൻ്റെ കച്ചവടമൊക്കെ പോയി മോനെ എന്നാണ് അമ്മ പറയണത്. അപ്പം നമ്മ പറയാം അതുകൊണ്ടൊന്നും പോവില്ലമ്മ, നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അമ്മ പറയാം അങ്ങനെ വന്ന് വെറ്റില പഠിക്കാനും ചുണ്ണാമ്പ് പഠിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. വന്ന് അവർ ഈ പരിപാടിയൊക്കെ നോക്കി പഠിച്ച് ഇപ്പം അവർ തന്നെ ഉണ്ടാക്കിയിട്ട് നിറയെ കടകളാണ്. 10-15 പേരടക്കുന്ന ഗ്യാങ്ങാണവേ. അവർ കുറച്ച് ഉണ്ടാക്കി വെച്ച്. അല്ലെങ്കിൽ അമ്മ ഇന്നലെ തന്നെ വിറ്റിട്ട് പോയി എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ 2 ദിവസം ഈ അമ്മ ഉണ്ടാകുന്നതാണ് പറയണത്. ചിലപ്പോൾ ഇന്ന് തന്നെ വിറ്റ് കഴിയും. അവരുടെ സാധനങ്ങൾ നല്ല ചിലവുള്ള സാധനമാണ്. ഉണ്ടാക്കണ കണ്ടാൽ തന്നെ എല്ലാവരും മേടിക്കണം. അപ്പം അമ്മ ഉണ്ടാക്കണം കൂടി നമുക്ക് നോക്കണം, നമുക്ക് കാണണം. ഓക്കെ, അത് വിൽക്കുന്നതൊക്കെ ഇല്ലേ 100 രൂപ 120 രൂപ 150 രൂപ 80 രൂപ എന്നൊക്കെ പറഞ്ഞ ലെവലിലാണ് ഓരോ സാധനങ്ങൾ അവർ വിൽക്കുന്നത്. ஏன்னா இதே பண்ணிதான் எவ்வளோ போனாலும் வீடியோ எடுக்கும் மக்கள். அப்படியா? பெண்ணுங்களை ஆணுங்களை அம்மா 2 கொட்டை கையில் வச்சு நிற்கி கையில் வச்சுட்டு இருக்கி உட நோக்கு ഈ കറുപ്പായിട്ട് ആൾക്കാർ ഉണ്ടല്ലോ മേനെ അവര് വാങ്ങും. அவரு பறையிற பாஷை எனக்கு அறியாது. உங்களை போல மக்கமாருக்கிட்ட நான் பறைஞ்சு கொடுக்கும். மேடம் இது எனக்கு அறியல மேடம், இது இத்தனை பைசா பறைஞ்சு நீ வாங்கி கொடுமானா அவர் பறைஞ்சு வாங்கி கொடுக்கும். 2000 3000 அப்படியா? கோழிக்கூட்டில் இல்லை கோயம்புத்தூர் வந்துட்டு கீரை 4 மூட்டை 5 மூட்டை வாங்கிட்டு போகும்.
நம்மளுக்கு நல்ல கொட்டை செலவாகுது, இது நல்ல பணி, நாங்கள் கை கொண்டு உண்டாக்குறது அப்படின்னு பறந்து 150 தான் பறந்தேன், 100 தானே கொடுக்குறேன். அவளை பாவை வாங்கிட்டு அவனுக்கு பேடிச்சிட்டு போ. അമ്മ കഷ്ടപ്പെട്ട് ഇതാണ് ഇപ്പം ഉണ്ടാക്കിയത്. നോക്ക് അല്ലേ, 10 മിനിറ്റ് ആവും. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ സാധനമാണ്. എങ്ങനെയുണ്ട് നോക്കിയാൽ? ജാസ്തി അല്ലേ, 10-15 മിനിറ്റ് വരും. പിന്നെ സമാധാനത്തിൽ ആളുണ്ടാക്കിയതാണ്. ഇതിൽ ഫ്ലവർ ഇട്ട് വെക്കാൻ പറ്റുന്ന സാധനമാണ് അല്ലേ അമ്മ? ഫ്ലവർ ഇട്ട് വെക്കാം, പേന ഇട്ട് വെക്കാം, കുട്ടികൾക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല ബലം ദാ എങ്ങനെ, നല്ല ബലമുണ്ട്, കംപ്ലൈൻ്റ് ഒന്നും വരാതെ 100 രൂപയ്ക്കാണ് അമ്മ കൊടുക്കണത്. അമ്മ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് ഇതേപോലുള്ള സാധനങ്ങളാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരി.